പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണെങ്കിലും ക്ഷേത്രം അറിയപ്പെടുന്നത് ഉപദേവനായ ഗണപതിയുടെ പേരിലാണ്. ഉപദേവതയുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായിരിക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ബാലഗണപതിയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും എങ്ങനെയാണ് ഈ ക്ഷേത്രം ഗണപതിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കിഴക്കേക്കര ശിവക്ഷേത്രം എന്നായിരുന്നു ഈ ക്ഷേത്രം പണ്ടുകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ക്ഷേത്രത്തിന് സമീപത്തായി കൊട്ടാരക്കരയിൽ മറ്റൊരു ശിവക്ഷേത്രം കൂടിയുണ്ട്, പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം. കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ, ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിന്റെയും അധികാരത്തിലായിരുന്നു. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്നത് ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹമുണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പെരുന്തച്ചന്റെ അപേക്ഷ പാടെ നിരസിച്ചു. ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തച്ചൻ ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിരാശനായ പെരുന്തച്ചൻ ഉടൻ തന്നെ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. പെരുന്തച്ചൻ അവിടുത്തെ പുരോഹിതനോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പെരുന്തച്ചന്റെ ആവശ്യം പുരോഹിതൻ അംഗീകരിച്ചു. ഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു. ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ണിഗണപതിയെ കാണാൻ തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നതും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിനൊപ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്ന മറ്റൊന്നാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം. കൊട്ടാരക്കരയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ച പെരുന്തച്ചന്റെ ആദ്യ വഴിപാട് കൂടിയാണിത്. 6 മുതൽ 7 വരെ ഉണ്ണിയപ്പങ്ങളാണ് നൂലുകൊണ്ട് ബന്ധിപ്പിച്ച് പെരുന്തച്ചൻ എന്ന് വഴിപാടായി സമർപ്പിച്ചത്. ഇതിനെ കൂട്ടപ്പം എന്നും വിളിക്കാറുണ്ട്. ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ട ഉണ്ണിയപ്പം അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ വെക്കണം. അതിനാൽ ഗണപതിയുടെ ശ്രീകോവിലിന് മുന്നിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തീ കത്തിക്കുന്നതും. മാത്രമല്ല, ശ്രീകോവിൽ തുറന്നതിനു ശേഷം മാത്രമേ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുള്ളൂ. മേടമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശിവന് പ്രാധാന്യം നൽകുന്ന ഉത്സവമാണിത്. 11 ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും താന്ത്രിക ക്രിയകളും നടക്കും. അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്നീ 3 തരം ഉത്സവങ്ങളിൽ ധ്വജാദി വിഭാഗത്തിൽപ്പെട്ട ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. കൊടിയേറ്റത്തോടു കൂടി ആരംഭിക്കുന്ന ഉത്സവമെന്നാണ് ധ്വജാദിയുടെ അർത്ഥം. കൂടാതെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും അതിവിശേഷമായി ആചരിച്ചു വരാറുണ്ട്. അന്ന് വിശേഷാൽ പൂജകളും ഗജപൂജയും ആനയൂട്ടും ക്ഷേത്രത്തിൽ നടത്തും. ക്ഷേത്രം വകയുള്ള ആനകളെ കൂടാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകളെയും അന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുവരാറുണ്ട്. മോദകമാണ് വിനായക ചതുർത്ഥി ദിവസത്തെ പ്രധാന നിവേദ്യം. കൊട്ടാരക്കര ഗണപതിക്ക് മോദകം നിവേദിക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം മാത്രമാണ്. കൂടാതെ ഉദയാസ്തമനമായി അപ്പം മൂടലും പതിവുണ്ട്. മാത്രവുമല്ല, ക്ഷേത്രം നിലവിൽ അറിയപ്പെടുന്നത് ഗണപതിയുടെ പേരിലാണെങ്കിലും അന്ന് മാത്രമാണ് ഗണപതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. 3 ആനകളോട് കൂടിയ വിശേഷാൽ എഴുന്നള്ളത്ത് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടാറുള്ളത്.